ഹലോ, അസ്സലാമു അലൈക്കും. ഞങ്ങൾ മഞ്ചേരി കേക്ക് സ്റ്റുഡിയോയിലാണ് ട്ടോ ഇപ്പോൾ ഉള്ളത്. നാളെ ഞങ്ങളെ വീട്ടിൽ ചെറിയൊരു സെലിബ്രേഷൻ ഉണ്ട്. ബർത്ത്ഡേ ഒന്നുമല്ല, എൻ്റെ നാത്തൂൻ റിനീൻ്റെ മോം ടു ബി സെലിബ്രേഷൻ ആണ്. അപ്പോൾ അതിനായിട്ട് ഞങ്ങൾ തലേദിവസം തന്നെ ഒരു കേക്ക് ഓർഡർ ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഇന്നത്തെ വ്ളോഗ് അപ്പം നമ്മൾ ഈ സെലിബ്രേഷൻ്റെ ആയിരിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ള ബലൂൺ റെഡിയാക്കുകയാണ്. എൻ്റെ കൂടെ ഹിലു ഉണ്ട്, ഹിലുവിൻ്റെ ടെഡ്ഡിയും ഉണ്ട്. പിന്നെ ഞങ്ങളെ സഹായിക്കാനായിട്ട് ഉപ്പ ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് നേരം. ഞങ്ങൾക്ക് അങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാനൊന്നും അറിയൊന്നുമില്ല. പിന്നെ ഞങ്ങൾ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് ബലൂണും റിബണും വെച്ചിട്ട് ആർച്ചൊക്കെ ആക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലാണ്. ഞാനൊരു സൈഡിൽ ബലൂൺ ഉണ്ടാക്കുന്നുണ്ട്, ഹിലു ഒരു സൈഡിൽ അതൊക്കെ പൊട്ടിക്കാനും നോക്കുന്നുണ്ട്. പിന്നെ ഇതാ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ബലൂണൊക്കെ വീർപ്പിച്ചതിന് ശേഷം ഇങ്ങനെ ആർച്ചാക്കി കെട്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ ബേബി ഷവർ 7 മന്തിലേ പ്ലാൻ ചെയ്തതായിരുന്നു. പക്ഷെ ഓരോ കാരണം കൊണ്ട് അത് നടന്നില്ല. ഇപ്പോൾ അവളെ 9 മന്തിൽ കൂട്ടിക്കൊണ്ടുപോകാനായി. അപ്പോൾ അവൾ എന്തായാലും പോവല്ലേ, അപ്പോൾ സന്തോഷമായിട്ട് പറഞ്ഞേക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചെറിയ ഫംഗ്ഷനായിട്ടാണ് ഇത് നടത്തുന്നത്. അപ്പോൾ ഷഫാൻക്ക് വരുന്ന വഴിക്ക് കേക്ക് സ്റ്റുഡിയോ കയറിയിട്ട് നമ്മൾ ഓർഡർ ചെയ്ത കേക്ക് വാങ്ങിച്ചു. ഇത്തവണ നമ്മളൊരു പിങ്ക് കളർ കേക്കാണ് ഓർഡർ ചെയ്തത്. അതാകുമ്പോൾ നമ്മൾ ഡെക്കറേറ്റ് ചെയ്ത ബലൂണിനോട് കുറച്ച് മാച്ച് ഉണ്ടാവും. കോട്ടൺ ക്യാൻഡി കേക്ക് എന്നാണ് കേട്ടോ പേര്. നല്ലതാവും എന്നാണ് വിശ്വാസം. കാരണം നമ്മൾ ഒരുവിധം എല്ലാ സെലിബ്രേഷനും ഇവിടെ നിന്ന് തന്നെയാണ് കേക്ക് വാങ്ങിക്കാറുള്ളത്. അങ്ങനെ എല്ലാവരും എത്തിയിട്ടുണ്ട്. നമ്മളിതാ ഫൈനൽ സ്റ്റേജ് ഓഫ് ഡെക്കറേഷൻ ചെയ്യാണ്. എല്ലാവരും ഉണ്ട് കേട്ടോ ഹെൽപ്പ് ചെയ്യാൻ. നമ്മൾ ചെറിയൊരു ഡെക്കറേഷനാണ് ചെയ്തിട്ടുള്ളത്. ബലൂൺ ആർച്ചാക്കാൻ നോക്കി, പക്ഷേ അത്ര ഒന്നും ആയിട്ടില്ല. ഇവിടെ ഇതാ ഷഫാൻക്ക വെറുതെ എല്ലാവരെയും കാണിക്കാൻ വേണ്ടി ഒരു ബലൂൺ വീർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും നമ്മൾ രണ്ട് സൈഡിലുമായിട്ട് ബലൂണൊക്കെ ഒട്ടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രിഞ്ച് ഹാങ്ങിങ്ങും പിന്നെ സെൻറ്ററിലായിട്ട് നമ്മളെ മോം ടു ബീൻ്റെ ബലൂണും കൂടിയാണ് ആഡ് ചെയ്യാനുള്ളത്. അപ്പോൾ എല്ലാവരും നല്ല ആക്റ്റീവായിട്ട് തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിൽ തന്നെ നമ്മൾ റിനീനെ എടുത്ത് പറയാണ്ട് വയ്യ. കാര്യം അവളുടെ സ്വന്തം ബേബി ഷവറിനുള്ള ഡെക്കറേഷൻ അവളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുകയാണ് ഇവിടെ. പിന്നെ അവളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ചെറുതാണെങ്കിലും ഈ ഒരു സെലിബ്രേഷൻ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അവൾ നല്ല ഹാപ്പി ആയിട്ട് ആക്റ്റീവായിട്ട് ഇതിനൊക്കെ ഇൻവോൾവ് ആയിട്ടുണ്ട്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല സന്തോഷമായിട്ടുണ്ട്. പിന്നെ മോം ടു ബീൻ്റെ ബീക്ക് ശേഷമുള്ള ഈ മിസ്സിങ് ആണ് കേട്ടോ. കാരണം നമ്മളത് വീർപ്പിച്ച സമയത്ത് അത് പെട്ടെന്ന് പൊട്ടിപ്പോയി. അതുകൊണ്ട് തൽക്കാലം ഞങ്ങൾ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ്. അങ്ങനെ വോളിലുള്ള ഡെക്കറേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതാ ടേബിൾ ചെറുതായിട്ടൊന്ന് സെറ്റ് ചെയ്യാണ്. കുറച്ച് സ്വീറ്റ്സും കേക്കുമാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മൾ കേക്ക് മുറിക്കാനായിട്ടുണ്ട്. ഇവിടെ നമ്മൾ മോം ടു ബി ഡാഡ് ടു ബി കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. കാക്കൂന് ആദ്യം ചെറിയൊരു മടി ഉണ്ടായിരുന്നു എല്ലാവരെയും മുന്നിൽ കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ റിനി പിടിച്ച് വലിച്ച് കൊണ്ടുവന്നതാണ് കേട്ടോ. കേക്കൊക്കെ മുറിച്ച് കഴിഞ്ഞ് കാക്കു ഇത് എല്ലാവർക്കും കേക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നമ്മളെ ഉമ്മമാർ പരസ്പരം പറയായിരുന്നു അന്നത്തെ കാലത്ത് ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അവരെങ്ങനെ ജസ്റ്റ് ഒന്ന് എല്ലാവരും വന്നിട്ട് പ്രസവത്തിന് കൂട്ടിക്കൊണ്ടുവന്നാൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നിപ്പോൾ എല്ലാവരും ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യും. ഇങ്ങനെ എല്ലാ സൗകര്യമൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ ചെറിയ സെലിബ്രേഷനൊക്കെ ആക്കും. അപ്പോൾ അവർക്കും അതൊക്കെ ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് ഇങ്ങനെ പരസ്പരം പറയായിരുന്നു. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും മധുരവും കേക്കൊക്കെ കൊടുക്കുന്ന അതുപോലെ ഫോട്ടോ എടുക്കുന്ന സെഷനാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ആരൊക്കെ വന്നിട്ടുണ്ടെന്നുള്ളത് പരിചയപ്പെടുത്തി തരാം. ഫസ്റ്റ് തന്നെ ഞാനും ഹിലുവും പോയിട്ട് ഫോട്ടോ എടുത്തു. പിന്നെ ഞാനും ഷഫാൻക്കും ഒക്കെ ചേർന്ന് ഫാമിലി ആയിട്ട് ഒരു ഫോട്ടോ കൂടെ എടുത്തു.
പിന്നെ ഈ കാണുന്നത് നമ്മളെ കസിൻസ് ആണ്. പിന്നെ അവരൊപ്പം ഷിജു ഉണ്ട്. ഇത് റിദേ റയാനുമാണ്, റീനിന്റെ ബ്രദറും സിസ്റ്ററും. പിന്നെ ഇത് റീനിന്റെ അമ്മയാണ് കേട്ടോ. ഇനി അടുത്ത നമ്മൾ ഉമ്മമാരുടെ ടൈമാണ്. ഉമ്മമാരും പിന്നെ അതുപോലെ തന്നെ ബെൻസിമാമിയും ഒക്കെ റിനിക്ക് മധുരവും കേക്കും ഒക്കെ കൊടുക്കുകയാണ്. ലഡുവും ജിലേബിയും കേക്കും എല്ലാം കൂടെ കഴിച്ച് മിക്കവാറും അവൾക്ക് ഇതിന്റെ കൂടെ ഒരു ഷുഗറിന്റെ മരുന്നും കൂടെ കൊടുക്കേണ്ടി വരും. എല്ലാരും മധുരം കഴിക്കുന്ന കണ്ടിട്ട് റസാനുവിന് ഭയങ്കര ആഗ്രഹം. അപ്പൊ അവൻ അവിടെ വന്നിട്ട് റിനിന്റെ അടുത്തുനിന്ന് ഒരു ജിലേബി വാങ്ങിച്ച്. എല്ലാരും വകയും മധുരം കൊടുക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ഇതാ റിസക്കുട്ടി ഓടി വന്നിട്ടുണ്ട് റീനിത്താക്ക് മധുരം കൊടുക്കാന്. അങ്ങനെ റിസയും കൊടുത്തു. പിന്നെ ഇതൊക്കെ കണ്ടിരുന്നിട്ട് ഹിലുവിന് ഇത് അവളെ സ്ട്രോബെറിയിലായിരുന്നു കേട്ടോ കണ്ണ്. അവളെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഫ്രൂട്ടാണ് സ്ട്രോബെറി. അപ്പൊ ഫോട്ടോ സെഷൻ ഒക്കെ കഴിഞ്ഞ് ഇനി ഞാൻ ബാക്കിയുള്ള കേക്ക് എല്ലാം മുറിച്ചിട്ട് എല്ലാവർക്കും ഓരോന്ന് കൊടുക്കാണ്. അപ്പൊ ഈ ഫുൾ സെലിബ്രേഷനും വീഡിയോ എടുത്ത് ക്ഷീണിച്ചിരിക്കുന്ന ഷെഫാൻകാക്കും ഞാൻ എൻ്റെ വക ഒരു കേക്ക് കൊടുക്കട്ടെ. ഇനി നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള ഫുഡിങ്ങിലേക്ക് പോവാണ്. അപ്പോൾ നമ്മൾ നോൺ വെജുകാർക്ക് വേണ്ടിയിട്ട് ചിക്കൻ മന്തി, ബീഫ്, ഫിഷ് അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ അധികം വെജിറ്റേറിയൻസ് ആയതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് സദ്യയും അതിനൊക്കെയുള്ള എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഇനി നമ്മളെ പായസം ടൈമാണ്. 2 പായസം ഉണ്ടായിരുന്നു കേട്ടോ. ഞാനിപ്പോൾ സേമിയ പായസമാണ് എടുത്തത്. അങ്ങനെ നമ്മളെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞു. റിനി പോവാറായി. അപ്പോൾ പ്രാർത്ഥനയും എല്ലാവരോടുള്ള യാത്ര പറച്ചിലൊക്കെ കഴിഞ്ഞ് അവൾ ഇറങ്ങാണ്. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവൾക്ക് സന്തോഷത്തോടെ പറഞ്ഞയക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ അവരെ മാക്സിമം സന്തോഷമായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. കാരണം ഈ സമയത്ത് അവരെല്ലാവരും ഭയങ്കര സ്ട്രെസ്ഡ് ആയിരിക്കും. അപ്പോൾ അത് അവരുടെ ബേബീൻ്റെ ഹെൽത്തിനെ ബാധിക്കും. അപ്പം നമ്മൾ അവരെ മാക്സിമം സന്തോഷമായിട്ട് ഇരുത്താണെന്നുണ്ടെങ്കിൽ അവരുടെയും അതുപോലെ അവരുടെ ജനിക്കാൻ പോകുന്ന ബേബീൻ്റെ ഹെൽത്തിന് നല്ലതാണ്. അപ്പോൾ ഇനി പോവായി. ഇനി റീനിക്കും കാക്കൂനും ഇൻഷാല്ലാ നല്ലൊരു ഹെൽത്തി ആയിട്ട് ക്യൂട്ടായിട്ടൊരു കുട്ടീനെ കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ഈ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ ഒരുപാട് വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.